നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നമ്മളുടെ മക്കൾക്ക് കൊടുക്കുന്ന അതേ രീതി ഭക്ഷണം തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഒരു അടുക്കള എന്ന് പേരിട്ടത്. ഹായ്, ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് അടുക്കളയിലാണ് നമ്മളുള്ളത്. കടവന്ത്രയിലെ അടുക്കള എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ്. നമസ്കാരം. നല്ല വിശേഷം, ഞങ്ങളെ കണ്ടതിൽ സന്തോഷം. ഓക്കെ, നമ്മുടെ അടുക്കളയിലെ വിശേഷങ്ങളൊന്നും അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, പേര് സജീവൻ. സജീവൻ. സജീവ, ഈ അടുക്കള എന്നുള്ളൊരു പേരിടാൻ കാര്യം എന്താണ്? അടുക്കള എന്നൊരു പേരിടാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിപ്പോൾ തുടങ്ങിയിട്ട് ഒരു മാസമായുള്ളൂ. പക്ഷെ ഇതിനു മുമ്പ് ഞാനൊരു അടുക്കളയിലാണ് വർക്ക് ചെയ്തത്. ഓക്കെ. അത് മേനകല ഒരു ശ്യാംസ് അടുക്കള എന്ന് പറഞ്ഞ അടുക്കളയിലാണ്, 18 ഓക്കെ. അപ്പോൾ അവിടുത്തെ ഫുഡും അവിടുത്തെ സാറിൻ്റെ രീതിയൊക്കെ നമ്മൾ വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സജീവ, നമ്മളിപ്പോൾ ഈ അടുക്കളയുടെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ്? നമ്മൾ ഈ അടുക്കളയിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ ഫുഡാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് നാടൻ രീതിയിൽ വാഴയിലയിൽ നല്ല കുത്തരിച്ചോറ്, അതായത് പാലക്കാടൻ മട്ട, അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കുത്തിരി ചോറാണ് കൊടുക്കുന്നില്ല, പാലക്കാട് മട്ട അതാണ് കൊടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ഹോട്ടലിനെക്കാട്ടി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫുഡാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതിപ്പോ അരിയാണെങ്കിലും വില കൂടിയ അരി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ, ഇതൊരു ഹോട്ടൽ, നമ്മളൊരു ഹോട്ടലായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു അരി നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നത്, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതല്ലെങ്കിൽ നമുക്കൊരു ഹോട്ടലിന്റെ ബിസിനസ് മൈൻഡ് ആണെങ്കിൽ മാത്രം നമുക്ക് വില കുറഞ്ഞ അരിയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അതല്ല, നമ്മൾ നല്ല നല്ല ഫുഡ് കൊടുക്കുക. വരുന്ന ആൾക്കാർക്ക് നമ്മളെ വീട്ടിൽ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പുറത്തുനിന്ന് പണിക്കാരൊക്കെ അമ്മയും വൈഫാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. കുക്ക് അമ്മയാണ്, മെയിനായിട്ടുള്ള ചീഫ് കുക്ക് അമ്മയാണ്, വൈഫിന്റെ അമ്മ. അതുപോലെ വൈഫ് അവളും ഉച്ച കഴിഞ്ഞിട്ട് വന്നിട്ട് അവളും ഇവിടെ വൈഫ് വർക്ക് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ജോലി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് നമ്മളെ കൂടെ എല്ലാം ചെയ്യുന്നത്. എന്താണ് ഇവിടെ പരമ്പള്ളി എന്ന് മുതൽ പല ദൂരത്തു നിന്നും ഇവിടെ വന്നിട്ട് ആൾക്കാർ പഴയ ആ ഒരു ടേസ്റ്റ് അന്വേഷിച്ച് ഇവിടെ വരുന്നുണ്ട്. ഞാൻ നമ്മുടെ സാറിന്റെ സാമ്പശിവ സാറിന്റെ പേര് സാറിന്റെ രീതികളാണ് നമുക്കത് ഒരിക്കലും അത്ര എത്താൻ പറ്റില്ല. എന്നാലും സാറിന്റെ ആ രീതിയിൽ നമ്മൾ മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, സാർ അത്രയും അതിൽ എല്ലാ കാര്യങ്ങളിലും നല്ല അറിവും കാര്യങ്ങളുള്ള സാറാണ്. നമ്മളത് കണ്ടുപഠിച്ചാൽ നമുക്ക് ഒരിക്കലും മോശമല്ല. അത് എന്തിൻ്റെ ഫുഡിൻ്റെ അകത്തായാലും മറ്റുള്ള എന്ത് കാര്യം. അപ്പോൾ ആ സാറിൻ്റെ ഷോപ്പിൽ ഞാൻ ജോലി ചെയ്യുമ്പോഴും അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ കസ്റ്റമേഴ്സാണ് ഇപ്പോഴും ഇവിടെ വരുന്നത് കൂടുതലും. അതുപോലെ സജീവ, നമ്മളിപ്പോൾ ഇവിടുത്തെ ഈ അടുക്കളയുടെ എന്തൊക്കെ സ്പെഷ്യൽ ഫുഡുകളാണ് നമുക്ക്? അത് രാവിലെ ആണെങ്കിൽ എന്തൊക്കെയാണ്, ഉച്ചയ്ക്ക് എന്താണ്, വൈകിട്ട് എന്താണ്, അതൊക്കെയാണ്? രാവിലെ നമ്മൾ നല്ല പൊന്നേരിയും ഉഴുന്നു മരിച്ചുള്ള നല്ല നാടൻ ഇഡ്ഡലി, അതുപോലെ നാടൻ ദോശ, പിന്നെ അമ്മ അരക്കുന്ന ചമ്മന്തിയും അമ്മ വെക്കുന്ന സാമ്പാറും. ഇപ്പോൾ അവിടുത്തെ കടയിൽ ചെറിയ മന്ദിൽ സാറൊക്കെ സ്ഥിരം വരുമായിരുന്നു. ചെറിയ മന്ദിൽ സാർ ഇവിടെ സംഗീത സംവിധാനം. അപ്പോൾ അദ്ദേഹമൊക്കെ വന്ന് നമ്മുടെ ആ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അതുപോലെ ഒരുപാട് ഫിലിം സ്റ്റാർസ് വന്ന് കഴിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അവരൊക്കെ നമ്മുടെ ഫുഡിൻ്റെ ഒരു ക്വാളിറ്റി കൃത്രിമില്ലാത്ത ഫുഡ്. അതായത് ഇപ്പൊ നമ്മൾ എല്ലാ കടയിലും, ആരെയും കുറ്റം പറഞ്ഞില്ല, എല്ലാ കടയിലും ഉഴുന്നും ഇതൊക്കെ ചേർക്കുന്ന ചോറഴിച്ച് ചേർക്കും. എന്നുവെച്ചാൽ ചോറൊക്കെ അഴിച്ച് ചേർക്കുന്ന അത് വില കുറച്ച് കൊടുക്കാം. പക്ഷെ നമ്മൾ അതൊന്നും ചേർക്കാതെ പൊന്നിയരിയും പച്ചരിയും ഈ ഉഴുന്നും മാത്രം അരച്ചുകൊണ്ടാണ് ഈ ഇഡ്ഡലിയും ദോശ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും. അപ്പൊ അതാണ് രാവിലെ ഉള്ളത്. രാവിലെ ഇഡ്ഡലി, ദോശ, പിന്നെ വെള്ളയപ്പം, ഇവിടെ തന്നെ ഉണ്ടാകുന്ന ലൈവ് വെള്ളയപ്പം, പൊറോട്ട, അതുപോലെ തന്നെ പുട്ട്, നല്ല ചേർത്തപ്പുട്ടും ഉണ്ടാവും, നമ്മുടെ കുഴൽപുട്ടും ഉണ്ടാവും. അപ്പൊ അതെല്ലാം നമ്മൾ ഇവിടെ തന്നെ ചെയ്യണം, അല്ല ഒന്നും കൊണ്ടുവന്നല്ല, ഇവിടെ ചെയ്ത് എല്ലാവരും ലൈവായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് മാത്രമല്ല നമ്മള് ഇതിന്റെ പൊടികളാണെങ്കിലും പൊടികളെല്ലാം നമ്മൾ എടുക്കുന്നത് സാറ് എടുക്കുന്ന
ചെറുളായി അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു നെല്ലിരുന്ന അത് നമ്മളെ പണ്ടോട്ടെ ആ ഒരു വിശ്വാസം വിശ്വാസം കൊണ്ട് അവിടെ തന്നെ ഞങ്ങളും പൊടി എടുക്കുന്നത്. അതായത് നമ്മളെ അമ്മ നമുക്ക് തരുന്ന ഫുഡ് എങ്ങനെയാണ് അല്ലേ, അത് തന്നെയാണ് വരുന്ന ആൾക്കാരെയും സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ അമ്മ എല്ലാരും മക്കളെന്നാ വിളിക്കുന്നത്, വരുന്ന ആൾക്കാരും എല്ലാരും അമ്മേനെ അമ്മയെന്നാ വിളിക്കുന്നത്. അത് ഇപ്പൊ ഇവിടെ ഞാൻ വന്നപ്പോ കണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്നപ്പോ ഞാനിവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അവരടുത്തും ഓരോരുത്തരും ഇവിടെ ഭക്ഷണത്തിന് വരുമ്പോ അവരുടെ അടുത്ത് സംസാരിക്കണേണ്ടത് നമുക്ക് തന്നെ അതിശയവും. ഇതിനെതിരെ മോനെ എന്താണ് നമുക്ക് ഇതാണുള്ളത് ഇതൊക്കെയാണുള്ളത്. അതായത് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മളൊരു ഗസ്റ്റ് വന്നാൽ എങ്ങനെയാണ്, അപ്പൊ അത് ആ ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു സ്വീകരണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് പോലെയാണ് നമ്മളിവിടെ സ്വീകരിക്കുന്നത് അല്ലേ. അതാണ് അടുക്കളയിൽ ഒരു പ്രത്യേകതയും. പക്ഷെ നമ്മൾ അത് മാത്രമല്ല ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു അതാണ് നമ്മള് രാവിലെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാകുന്നത്. ഉച്ചയ്ക്ക് നമ്മളൊരു 12:30 നമ്മളിവിടെ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഒരു 12:30 വരെ ആകും. 12:30 കഴിഞ്ഞാൽ നമുക്ക് ഊണ് സ്റ്റാർട്ട് ചെയ്യും. അതിന് നല്ല ഞാൻ പറഞ്ഞില്ലേ വാഴയിലയിൽ നല്ല കുത്തരി ചോറ്, പാലക്കാടൻ മുട്ട. സൈഡ് ഡിഷ് എന്ന് പറയുന്നത് ഒരു കൂട്ടുകറി, ഒരു തോരൻ, ഒരു ചമ്മന്തി, ഒരു അച്ചാറ്, പപ്പടം, മോര്, സാമ്പാർ, ഇത്തരം സാധനങ്ങളാണ്. അത് അതിൽ ഡെയിലി എല്ലാ ഐറ്റംസും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇന്നുള്ള സാധനം നാളെ ഉണ്ടാവില്ല. ചമ്മന്തി കോമൺ ആയിട്ട് ഉണ്ടാവും. അതല്ലാതെ ഇപ്പൊ അച്ചാറാണെങ്കിൽ ഇന്നിപ്പോ നാരങ്ങ വടവപ്പുളി അച്ചാറാണെങ്കിൽ നാളെ ഇത് ഇതായിരിക്കും നെല്ലിക്കരിക്കും. അതുപോലെ നമ്മുടെ പഴംപൊരിയുടെ കാര്യം പറഞ്ഞു. പഴംപൊരി ഇവിടെ ഉണ്ടാക്കുന്ന സ്നാക്സ് എല്ലാം നമ്മൾ ഒരു വ്യത്യസ്തമായ സ്നാക്സ് ഇവിടെ ഉണ്ടാക്കുന്നത്. കാരണം എല്ലായിടത്തും ഉണ്ടാക്കുന്ന പോലെ കുറ്റം പറയാൻ ആരും നമ്മളുണ്ടാക്കുന്നത് ഇപ്പൊ നല്ല ഇന്നുണ്ടാക്കുന്ന എണ്ണയാണെങ്കിൽ ഇന്നോ ഉപയോഗിക്കുന്നത്. കാരണം ലിമിറ്റഡ് സാധനം ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കുന്ന എണ്ണ നാളത്തേക്ക് ഉപയോഗിക്കാറില്ല. ആ എണ്ണ ഇപ്പൊ തന്നെ ഡിസ്പോസ് ചെയ്ത് കളയും. കാരണം അതുകൊണ്ട് അല്ലെങ്കിൽ അപ്പൊ കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാം നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ പഴംപൊരി കഴിക്കാൻ തന്നെ കുറെ ആൾക്കാർ വരും. കാരണം വെച്ചാൽ പഴംപൊരിയുടെ ആ ഒരു ഫ്രഷ്നെസ്സും കാണാൻ പറയാം, അതിന്റെ ടേസ്റ്റും അറിയാം. നമുക്ക് കുറെ നാൾ ഉപയോഗിച്ച എണ്ണയിലും കഴിക്കുന്നതും അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന കിഴങ്ങ് കൊണ്ടൊക്കെ നല്ല ടേസ്റ്റാണ്. മല്ലിച്ചീരൊക്കെ ചേർത്ത് ഒരു ഹോട്ടലുകാരും മല്ലിച്ചീര ചേർക്കുന്നില്ല. അപ്പൊ അതൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ്. പരിപ്പൂടെ ഒരു പ്രത്യേക രീതിയിലാണ് പരിപ്പൂട. അത് കഴിക്കുമ്പോൾ അറിയാൻ കഴിച്ചില്ലേ അത് അമ്മ ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് അമ്മ വൈകിട്ട് കടി ഉണ്ടാക്കണം അങ്ങനെയാണ് അല്ലേ, പലഹാരം ഉണ്ടാക്കണം പോലെ തന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കണം. അമ്മ ഉണ്ടെങ്കിൽ വൈഫ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുപോലെ പരിപ്പുവട, സുഖിയൻ, അങ്ങനെയുള്ള ഐറ്റംസ് വൈകുന്നേരം ഉണ്ടാകും. പിന്നെ കപ്പ, അത് നാടൻ കപ്പ കിട്ടും. ആ കപ്പ കഴിച്ചിട്ട് കപ്പയും ബീഫും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും. കപ്പ മീൻ കഴിക്കാനായിട്ട് ഇഷ്ടംപോലെ ഒക്കെ കപ്പയും മീനും അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞ പഴയ ഒരു നൊസ്റ്റാൾജിയിലേക്ക് പോകും. അപ്പൊ കപ്പയും മീനും കഴിക്കാൻ കുറെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ കപ്പയും ബീഫും കൂടി മിക്സ് ചെയ്ത് കഴിക്കും. അതൊക്കെ നല്ല രസമാണ്. അതുപോലെ തന്നെ വൈകുന്നേരം ദോശയുണ്ട്. എല്ലാം ലൈവ് അപ്പൊ തന്നെ ചോദിക്കുമ്പോൾ ഇട്ട് കൊടുക്കും. ലൈവ് അപ്പം ഉണ്ട്, വെള്ളയപ്പം. അത് ചോദിക്കുമ്പോൾ ലൈവ് അപ്പം ഇട്ട് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇവിടുത്തെ ഒരു വേറൊരു പ്രത്യേകത കൂടി പറഞ്ഞു, ഇവിടെ ഫ്രീസറുകളെന്ന് പറഞ്ഞു. ഫ്രോസൺ ഫുഡ് ഇവിടെ ഇല്ല. കാരണം ഇവിടെ ഫ്രീസർ ഇല്ല. അത് ഞാനും ഫോളോ ചെയ്ത്. അത് സാറിന്റെ സിസ്റ്റം തന്നെ ഞാൻ ഫോളോ ചെയ്യണം. സാറിന് അവിടെയും ഫ്രീസർ ഇല്ല. കാരണം ഒരു ലിമിറ്റഡ് ഫുഡാണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ വൈകുന്നേരം എങ്ങനെ തീർത്തിട്ടേ നമ്മൾ വീട്ടിൽ പോകുള്ളൂ. മനസ്സിലായി. അതല്ലെങ്കിൽ തീർന്നില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ പോയി കഴിക്കാമല്ല. അത് ചൂടാക്കി നാളെ കൊടുക്കണ ഒരു ഇവിടെ ഇല്ല. അതുകൊണ്ട് ഫ്രീസർ നമുക്കില്ല. ഒരു ഫ്രിഡ്ജുള്ളത് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണത്. അത് തുറന്നു നോക്കറിയാലും എന്തുണ്ടെന്ന്. അതായത് വരുന്ന കസ്റ്റമേഴ്സിന് ശരിക്കും ലൈവായിട്ട് കിച്ചണും കാണാം. കിച്ചണിൽ നോ അഡ്മിഷൻ ഇല്ലാണ്ടല്ലേ? നോ അഡ്മിഷൻ ഇല്ല. എല്ലായിടത്തും വെക്കണ പോലെ അതിന്റെ ആവശ്യമില്ല. കാരണം നോ അഡ്മിഷൻ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് എന്തെങ്കിലും കയറാൻ പറ്റത്ത് അറിയണ്ടായിട്ടല്ലേ നോ അഡ്മിഷൻ വെക്കണത്. കിച്ചണിൽ നമ്മുടെ ഇവിടെ കയറണമില്ല, അകത്ത് കയറി നോക്കാം. അവിടെ ഒന്നും ഹൈഡായിട്ട് വെക്കാൻ ഒന്നുമില്ല. നമ്മളിപ്പോ ഇവരൊക്കെ സ്ഥിരം വരുന്ന കഴിക്കുന്ന ആൾക്കാർ. അപ്പൊ നമ്മ ഒരു സ്ഥലത്ത് സ്ഥിരം ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഒറ്റ പ്രാവശ്യം കയറുള്ളൂ. നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ? ഒരു ഉണ്ടെങ്കിൽ നമ്മ നല്ലതാണെങ്കിൽ 10 പേരോട് പറയും, ചീത്തയാണെങ്കിൽ നമ്മൾ 10 100 പേരോട് പറയും അത് കൊള്ളില്ല അവിടെ പോലും. പക്ഷെ ഇവിടെ വന്ന ആൾക്കാർ ഇന്ന് ഈ ഭാഗത്ത് ഉണ്ടെങ്കിൽ ഇവിടെ വരും, അത് ഉറപ്പാണ്. പിന്നെ ഇവിടെ ഒരു വീട്ടിലെ ഒരു സ്നേഹം പോലെയാണ് അമ്മയും എല്ലാവരും. നമ്മൾ അല്ല അത് വരുന്ന കസ്റ്റമേഴ്സിനോട് എങ്ങനെയാണ് അവരടുത്ത് പെരുമാറുന്ന രീതിയിലൊക്കെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് അമ്മയും വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിലല്ല. അമ്മ ഒരു 10-15 വർഷത്തോളം ഉണ്ട്. അമ്മയും വൈഫും കൊണ്ട് ഈ ഫീൽഡിൽ തന്നെ. പക്ഷെ കിച്ചണിലാണെങ്കിലും അവരും പുറത്ത് വന്നിട്ട് അല്ലേ? അതെ, ആവേശത്തിലാണ് ചുറ്റി ആവേശത്തിൽ വന്നിട്ട്. അല്ലാതെ അവിടെ ഒരു മേക്കപ്പിന്റെ കാര്യമൊന്നുമില്ല. അടുക്കളയിൽ എങ്ങനെയായിരിക്കുന്നു ആവേശത്തിൽ വന്നിട്ട് മക്കളെ എന്ത് ഒരു മറയില്ല. അതാണ് മെയിൻ കാര്യം. അല്ലാതെ അടുക്കളയിൽ നിന്നിട്ട് ആ സാധനം ഊരി വെച്ചിട്ട് അല്ലെങ്കിൽ അതോടെ വന്നിട്ടാണ് അതായത് വരുന്ന
കസ്റ്റമേഴ്സിന് അവരെ തൃപ്തിയോടെ ഭക്ഷണം കഴിപ്പിച്ച് വിടുക എന്നുള്ളത് അത് അമ്മ കഴിച്ചില്ലെങ്കിലും അതെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് അത് സത്യം ഞാൻ പറഞ്ഞു. അമ്മ കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അപ്പോഴേക്കും അമ്മക്ക് ഇവിടെ സ്ഥിരം വന്ന ആരെങ്കിലും അമ്മയുടെ ഇതുപോലെ മക്കള് വന്നിട്ട് ചോറിന് വരുമ്പോ അമ്മല്ലേ എണീറ്റ് പോയിട്ട് അതിൽ നിന്ന് പകുതി എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഒരു ശരിക്കും അമ്മയുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. അമ്മയുടെ തന്നെ നേരിട്ട് ചോദിച്ചറിയാം അല്ലേ? അമ്മ പോയി ഇപ്പൊ അല്ല അതുപോലെ തന്നെ വൈഫിനോടും ഇപ്പൊ അവർക്കും അവരുടെ അടുത്തും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ ഇത്ര നേരം നമ്മളെ ഈ അടുക്കളയുടെ വിശേഷങ്ങള് അറിയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഫ്യൂച്ചർ പ്ലാൻ ഇത് തന്നെ, നമുക്ക് നന്നായിട്ട് കുറെ ആൾക്കാരെ കൂടി ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കുറെ ആൾക്കാർ നമ്മുടെ ഭക്ഷണം അറിയാനുണ്ട്. തീർച്ചയായിട്ടും അപ്പൊ നമ്മളിവിടെ ഉണ്ട്. അല്ല നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രോപ്പർ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രോപ്പർ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വൈറ്റില സൗത്ത് ജനത ബസ് സ്റ്റോപ്പിൽ നിന്ന് തെക്കോട്ട് വരുന്ന റോഡാണ്. അത് സൗത്ത് അത് ജൂനിയർ ജനത റോഡ് എന്ന് പറയും. ജൂനിയർ ജനത റോഡിൽ വരുമ്പോ അവിടുന്ന് 1.5 കിലോമീറ്ററിന് വരുമ്പോ ടൈനി ക്ലബ് ഉണ്ട്, ലാൻഡ് മാർക്ക്. ടൈനി ജയാസ് അടുക്കള, വൈഫിന്റെ പേരാ ജയാസ് അടുക്കള എന്നാണ് ഇപ്പൊ ഇതിന്റെ പേര്. അപ്പോ ശരിക്കും നമ്മളവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഇല്ല അല്ലേ? 1/2 കിലോമീറ്റർ കൂടുതലുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് തൈക്കുടം അവിടുന്ന് ബണ്ട് റോഡിലേക്ക് ആയിട്ട് വടക്കോട്ട് വന്നാലും രണ്ട് വഴിയുണ്ട്. കുണ്ടന്നൂർ വന്ന വഴി വന്നവർക്കാണെങ്കിൽ തൈക്കുടത്ത് നിന്ന് അണ്ടർപാസ് കയറിയിട്ട് രാവിലെ നമ്മള് 8 മണിക്ക് തുടങ്ങിയ വൈകിട്ട് 9 വരെ ഇപ്പൊ സ്റ്റാർട്ടിങ്. നമ്മളത് ആളുടെ ക്രൗഡ് അനുസരിച്ച് നമ്മള് ടൈം മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ നന്ദി അജീഷേ. ഇന്ന് ഇനിയും എന്താ പറയാ കൂടുതൽ എന്താ പറയാ വെറൈറ്റികൾ ഫുഡുകളായിട്ട് വരട്ടെ എന്ന് സാധിച്ചുകൊണ്ട് നിർത്തുന്നു. പിന്നെ ഊണിന് സാമ്പാർ, കൂട്ടുകറി, തോരൻ, പച്ചമോര്, ചമ്മന്തി, അച്ചാറ്, പപ്പടം, മീൻകറി. പിന്നെ മീൻ പല സൈസാണ്. മീൻ വറുത്തതുണ്ട്, പല വറ്റ ഉണ്ടാകും, അയില ഉണ്ടാകും, ചാള ഉണ്ടാകും, കൊഴുവ ഉണ്ടാകും. അങ്ങനെ മീൻ വറുത്തത് പല ഇതിലുള്ളത്. പിന്നെ ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, കക്ക ഉണ്ടാകും, ചെമ്മീനുണ്ട്, എല്ലാ ഐറ്റംസുകളും കൊള്ളുന്നുണ്ട്. അടുക്കളയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ ഓണറായിട്ടുള്ള സജിയെ എനിക്കൊരു 10 വർഷത്തിന് മേളിലായിട്ട് അറിയാം. അപ്പൊ അത് ഇപ്പൊ വീണ്ടുമാണ് റീസ്റ്റാർട്ട് ചെയ്തത്. ആകസ്മികമായിട്ടാണ് വീണ്ടും കണ്ടത്. വളരെ നല്ല ഭക്ഷണമാണ്. ഇവിടെ ഒരു ഫാമിലി ഫുഡ് എന്നുള്ളതല്ല, ഹോം ടച്ച്, അതായത് നമുക്കൊരു വളരെ പേഴ്സണൽ ടച്ച് തന്നെയാണ് അവർ ഫുഡ് തരുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കണതാണ്. നല്ല ഫുഡാണ്. പിന്നെ ഇപ്പൊ ഇന്നാണെങ്കിൽ നല്ല വറുത്തരച്ച പാവക്ക ഒക്കെ ഉണ്ടായി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കഴിക്കുമ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണ പോലെ തോന്നൂല. ഒരു വീട്ടിലെ ഫുഡിന്റെ ഒരു ടേസ്റ്റ് ആണ്. ഭക്ഷണത്തിനോടുള്ള താല്പര്യം കൊണ്ട് വീട്ടിൽ വെക്കുന്ന ഭക്ഷണം പോലെ ഇവിടെ വെച്ച് തരാം. അതും കൂടി എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് ഇതിനെ കുറിച്ച് പറയാം. നമ്മൾ ശരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടാറ്. ഞങ്ങൾ ഇവിടുത്തെ റെഗുലർ കസ്റ്റമേഴ്സാണ്. അത്യാവശ്യം നല്ല എന്താ പറയുക ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ പൊതുവെയുള്ള ഹോട്ടലിനേക്കാളും കുറച്ചുകൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പം ഇവരുടെ ഒരു ഡ്രസ്സിങ് ആണെങ്കിലും നമുക്ക് സാധാരണ ഹോട്ടലിൽ കാണുന്നതിലും കുറച്ച് ക്ലാസി ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്.